സ്ഥിരമായി എ സി ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇനി അല്ലെങ്കിലും എ സിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നറിയാൻ ഒരാഗ്രഹമില്ലേ? നിങ്ങൾ ഒരു എ സി ഓണാക്കുമ്പോൾ മുൻവശത്തുള്ള വെന്റിലൂടെ നിങ്ങളുടെ മുറിയിൽ നിന്ന് ചൂടുവായു വലിച്ചെടുക്കുന്നതിലൂടെയാണ് എ സിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. എ സിക്കുള്ളിലെ ഫാൻ ഈ വായു അകത്തേക്ക് വലിച്ചെടുത്ത് ഇവാപ്പറേറ്റർ കോയിൽ എന്നറിയപ്പെടുന്ന ഒരു തണുപ്പുള്ള ഏരിയയിലേക്ക് കടത്തിവിടുന്നു. ഈ കോയിലിൽ റെഫ്രിജറന്റ് എന്നറിയപ്പെടുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ഇതാണ് എ സിക്ക് തണുപ്പ് നൽകുന്നത്. ചൂടുള്ള വായു കോയിലിലൂടെ കടത്തിവിടുമ്പോൾ റെഫ്രിജറന്റ് ചൂട് വലിച്ചെടുത്ത് വായുവിനെ തണുപ്പിക്കുന്നു. തണുപ്പിച്ച വായു പിന്നീട് നിങ്ങളുടെ മുറിയിലേക്ക് തിരികെ എത്തിച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഇതിനിടയിൽ എ സിയുടെ എഞ്ചിൻ പോലെയുള്ള കംപ്രസർ റെഫ്രിജറന്റ് ഗ്യാസിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈ പ്രഷർ ഗ്യാസ് പിന്നീട് എ സി യൂണിറ്റിന്റെ പിന്നിലോ പുറത്തോ സ്ഥിതി ചെയ്യുന്ന കണ്ടൻസർ കോയിലിലേക്ക് എത്തും. ഔട്ട്ഡോർ യൂണിറ്റിലെ ഫാൻ വഴി കണ്ടൻസർ കോയിലിൽ റെഫ്രിജറന്റ് വലിച്ചെടുത്ത ചൂട് പുറത്തേക്ക് പോകുന്നു. ഒരു എ സി ഓണാക്കുമ്പോൾ ഈ പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.